ഇന്ന് ഹീറോൻ്റെ ഹീറോ വേൾഡ് 2024 എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ കുറച്ച് മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് ഹീറോ പുറത്തു വിട്ടിട്ടുണ്ട്. അതിലിപ്പോൾ ഹീറോ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഹീറോൻ്റെ എക്സ്ട്രീം 125R കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. പുതിയ 125cc മോഡലാണ് ഹീറോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു ബൈക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഹീറോ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആയിട്ടൊരു ഡിസൈനാണ്. ഹീറോൻ്റെ മറ്റു ബൈക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ കുറച്ച് മുമ്പേ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ലീക്കായ ഒരു ഫോട്ടോസ് നോക്കിയാൽ അത്യാവശ്യം ബോറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ വണ്ടി ലോഞ്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ബാക്കിയുള്ള 125cc ബൈക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടൊരു ലുക്കാണ്. ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ നെഗറ്റീവും വരാനുള്ള ചാൻസ് ഉണ്ട്. പേഴ്സണലി എനിക്ക് ഒരു ഓക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈനാണ്. ഇതൊരു 125cc മോഡലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബൈക്കിന് ഹീറോ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രൈസിങ്ങിലുമാണ് ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ കോമ്പറ്റേറ്റർ എന്ന് പറയുന്നത് ഒരേ ഒരു കോമ്പറ്റേറ്റർ എന്ന് പറയുന്നത് നമ്മളെ റൈഡറാണ്. ഇപ്പോൾ റൈഡർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ടോപ്പ് സെല്ലിംഗ് നിൽക്കുന്ന ഒരു 125cc മോഡലാണ്. ആ ഒരു ബൈക്കിൻ്റെ സെയിൽസ് പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഹീറോ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈസും അവർ കുറച്ചിട്ടുണ്ട്. ഇതൊരു കമ്മ്യൂണിറ്റി സെഗ്മെൻറ്റിൽ വരുന്ന ഒരു മോഡലാണ്. മെയിനായിട്ട് വന്ന മാറ്റം എന്ന് പറയുന്നത് ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു ഫ്രണ്ടിലെ സെക്ഷനാണ്. ഫ്രണ്ടിലെ സെക്ഷനാണ് അവർ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലൊരു LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. നമ്മൾ എക്സ്ട്രീം 200S അതേ യൂണിറ്റിൽ വരുന്ന LED ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ ഫ്യൂൽ ടാങ്കിലും റിയർ സെക്ഷൻ, അതായത് ടെയിൽ സെക്ഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സീറ്റിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത്. 4 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു ബൈക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ബ്ലൂ, സിൽവർ, ബ്ലാക്ക്, റെഡ്. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 125cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് എയർ കൂൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഹീറോൻ്റെ തന്നെ ഗ്ലാമർ എക്സ്ട്രക്കിലൊക്കെ കണ്ടിട്ടുള്ള അതേ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ബൈക്കിനും വരുന്നത്. ഈ ഒരു എക്സ്ട്രീം 125Rൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുവാണെങ്കിൽ 11.5 bhp ആണ് പവർ വരുന്നത്. മാക്സിമം ടോർക്ക് 10.5 Nm ഓഫ് ടോർക്കാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഇനി സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ 37mm ആയിട്ടുള്ളൊരു ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ഇനി ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ഒരു 125cc സെഗ്മെൻറ്റിൽ ഹീറോ ഒരു സിംഗിൾ ചാനൽ ABS ഈ ഒരു ബൈക്കിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ഡിസ്ക് ബ്രേക്കും ബാക്കിലൊരു ഡ്രം ബ്രേക്കാണ്. ഇനി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LED ഹെഡ്ലൈറ്റ് ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. അതുപോലെ തന്നെ LCD മീറ്റർ കൺസോളും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ അവരൊരു സിംഗിൾ ചാനൽ ABS കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 95,000 രൂപയാണ്. ഇനി സിംഗിൾ ചാനൽ ABS ഉള്ള മോഡലാണെങ്കിൽ 99,500 രൂപയാണ്. അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് തന്നെയാണ് ഹീറോ ഇപ്പോൾ ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു 1 lakh അണ്ടറിൽ നല്ലൊരു മോട്ടോർ സൈക്കിളാണ് ഈ ഒരു എക്സ്ട്രീം 125R എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം നല്ലൊരു ലുക്ക് ഉണ്ട്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സും, അതായത് സിംഗിൾ ചാനൽ ABS പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബൈക്കിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു ബൈക്കിൻ്റെ കോമ്പറ്റേറ്റർ എന്ന് പറയുന്നത് നമ്മളെ TVSൻ്റെ റൈഡർ 125 തന്നെയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ബൈക്ക് ഷോറൂമിൽ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹീറോൻ്റെ മറ്റൊരു മോട്ടോർ സൈക്കിളും കൂടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഹീറോൻ്റെ മാർവിക് 440. ആ ഒരു ബൈക്കിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.